എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണേ. അപ്പോൾ ഞങ്ങളിവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, അടിച്ചു പൊളിച്ചു കേട്ടോ. എല്ലാ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം തോന്നിയ കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓണമൊക്കെ ഞങ്ങൾ വലിയ തരക്കേടില്ലാതെ അടിച്ചു പൊളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചതയത്തിൻ്റെ എന്നുള്ള പ്രോഗ്രാമും അങ്ങനെയൊക്കെ കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഒരു വർഷം കാത്തിരിക്കണ്ടേ അടുത്തൊരു ഓണത്തിന് വേണ്ടി? അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ സാഹചര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓണമായിട്ട് ഓണം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ മീനൊന്നും അങ്ങനെ വാങ്ങാറില്ലായിരുന്നു കേട്ടോ. മീനൊന്നും മേടിച്ചിട്ടേ ഇല്ല. മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഒത്തിരി നാളായി. ഒരു പൂരാടം ആ ടൈം തൊട്ട് നമ്മളിങ്ങോട്ട് മീനൊന്നും കൂട്ടിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഉത്രാടത്തിൻ്റെ ഞാൻ മുട്ട ബിരിയാണി വെച്ചായിരുന്നു, മീനൊന്നും കൂട്ടിയില്ലായിരുന്നു. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു മീൻ കറിയൊക്കെ വെക്കാമെന്ന് ഓർത്ത് കേട്ടോ. മീനൊക്കെ കൂട്ടിയിട്ട് ഒത്തിരി ദിവസമായില്ലേ. അപ്പം ഇന്നൊരു മീൻ കറി വെക്കാനുള്ള പ്ലാനാണ്. അപ്പം കേട്ടോ, ഒന്നല്ല 3 മീനുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. നമ്മുടെ അറബികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ മീനാണെന്നാണ് പറയുന്നത് തന്നെയാണ്. പക്ഷെ നമ്മുടെ അവിടെ ഇതിനെന്താ പറയുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒട്ടുമിക്ക മീനുകളുടെയും പേരൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഒന്നല്ല കേട്ടോ, 2-3 മീനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇതൊന്ന് റെഡിയാക്കി എടുക്കാണ്. ഇത് വെട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഭയങ്കര ചെരുമ്പലും ഭയങ്കര നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, കുറച്ച് സമയം എടുക്കും. അപ്പം ഇതിൻ്റെ പരിപാടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പേരറിയാവുന്നൊരു കമൻറ്റ് ഇടണേ. നമ്മുടെ മീൻ വെട്ടാനുള്ള തയ്യാറെടുപ്പാണേ. എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല. എൻ്റെ കത്രികയാണെങ്കിൽ മൂർച്ചയില്ല, നല്ല ചെരുമ്പലിന് നല്ല കട്ടിയാട്ടോ. ഞാൻ മീനൊക്കെ വെട്ടിയെടുത്ത് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനാണെങ്കിൽ 2ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഓർത്താ കേട്ടോ. നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ടേ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അപ്പം എല്ലാം കൂടെ എൻ്റെ ചട്ടിയിൽ കൊള്ളത്തില്ല. അപ്പം ഞാൻ ഒരു മീനും കുറച്ച് തലയും ഇട്ട് കൊടുക്കാം, ബാക്കി 2 മീൻ പിന്നെ നമുക്ക് നന്നായിട്ട് ഉപ്പിനകത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി കുട്ടപ്പനാക്കി എടുക്കാം. ഉപ്പൊക്കെ ഇട്ടാലേ നന്നായിട്ട് പോകത്തുള്ളൂ. ഓരോ ട്രിപ്പായിട്ട് കഴുകി ഉപ്പിട്ട് ഉരച്ചെടുക്കാം. ഓരോ ട്രിപ്പായിട്ട് ഇട്ടാലേ ശരിയാവും. എനിക്ക് വലിയ ചട്ടിയില്ലല്ലോ, ചട്ടി കൊള്ളത്തില്ല. അതുകൊണ്ട് ആ ഒരു മീൻ ഇട്ടത് ഞാനെടുത്ത് മാറ്റി എൻ്റെ ചട്ടിക്ക് നല്ല ചെതുമ്പലായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇഷ്ടം പോലെ ചെതുമ്പലുണ്ടായിരുന്നു. എൻ്റെ ദേഹം മുഴുവൻ ചെതുമ്പലാണ്. ഞാൻ തട്ടിക്കളഞ്ഞിട്ടാ ഒന്ന്. ഇപ്പം കറി അടപ്പയിലോട്ട് ആക്കിയിട്ടൊക്കെ വേണം ഒന്ന് കുളിക്കാൻ. ഒരു മീനിൽ നിന്ന് മുട്ട കിട്ടി, ഒറ്റ മീനിൽ നിന്ന്, ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയ മുട്ട. നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ, നല്ല നെയ്യുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ ഇന്ന് കറി വെക്കാനായിട്ട് എടുക്കുന്നുള്ളേ. ബാക്കി ഒരു 6-7 പീസ് ഞാനെടുത്ത് ഈ ഡിഷിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം പിടിച്ച് ഫ്രീസറിനകത്ത് വയ്ക്കാം. വെള്ളം പിടിച്ച് വെച്ചാലുള്ള ഉപകാരം എന്താണെന്നറിയോ? നല്ല ഫ്രഷായിട്ട് മീൻ പിന്നെ എടുക്കുമ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും. അതിനാണ് മീൻ വെള്ളം പിടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് വരട്ടെ. ബാക്കി നമുക്ക് തലയും സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഒരു തല കിടന്നോട്ടെ.
തലയും മീനും ഒക്കെ ആയിട്ട് കറി വെക്കാനും വറക്കാനും ഒക്കെ ആയിട്ട് എടുക്കാം. കഴുകിയിട്ട് എനിക്ക് കൃഷി വരികയില്ല. കഴുകുന്നതനുസരിച്ച് അതിൽ നിന്ന് നെയ്യ് ചട്ടിയിലൊക്കെ നന്നായിട്ട് നെയ്യ് പിടിച്ചിട്ടുണ്ട്. ചട്ടിയിലൊക്കെ അതൊന്ന് കഴുകിയെടുക്കട്ടെ. ചട്ടിക്കകത്ത് സോപ്പിട്ട് കഴുകരുതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കഴുകാതിരിക്കുമോ? മീനെല്ലാം വെട്ടിക്കഴുകി വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം അങ്ങ് ശരിക്കും അങ്ങ് അഴുക്കെന്ന് പറയാൻ മീനിൻ്റെ അതെല്ലാം പിന്നെ വൃത്തിയാക്കാതെ ഒന്നും ഒരു പരിപാടിയും നടക്കത്തില്ല. പിന്നെ അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മീൻ കറി വെക്കാനായിട്ട് വന്നേ. നമുക്ക് ഈ പുറത്തൊന്നും വെച്ച് വെട്ടാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ പിന്നെ കുറച്ച് സ്ഥലം അവിടെ ഉണ്ട്. പക്ഷേ അവിടെ എന്തൊക്കെയോ ഞാൻ പാത്രമൊക്കെ പെറുക്കി വെച്ചേക്കുന്ന കാരണം പുറത്തോട്ട് മീൻ കൊണ്ടുപോകാനും പറ്റിയില്ല. അത് കാരണം അവിടെ തന്നെ മിക്ക ദിവസവും ഞാൻ ഇവിടെ വാഷ് ബേസിനിൽ വെച്ച് തന്നെയാണ് ഇവിടെ തന്നെ വെച്ചാൽ മീൻ വെട്ടാറുള്ളത്. അത് കാരണം നമുക്ക് മീൻ വെട്ടിക്കഴിയുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാതെ വേറെ പരിപാടിയൊന്നും ചെയ്യാനോട്ട് പറ്റത്തുമില്ല. അങ്ങനെ പിന്നെ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് നേരെ കറി വയ്ക്കാനായിട്ട് വന്ന സമയം ഒരുപാട് വൈകി. ആ മീൻ വെട്ടാനായിട്ട് കുറേ സമയം പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ടു, കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെന്താ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ഇതിലിട്ടൊന്ന് ചതച്ചെടുത്ത് കേട്ടോ. അതിനുശേഷം സ്റ്റൗവൊക്കെ ഓണാക്കി ചട്ടിയൊക്കെ ചൂടാവാനായിട്ട് വെച്ചു കേട്ടോ. ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉലുവയും കടുവൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇതാക്കിയെടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന പരുവത്തിലൊന്ന് ഇളക്കിയെടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പുണ്ടല്ലോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിയതിന് ശേഷം ഞാൻ ആ പുളി മിക്ക ദിവസം പുളി കറി വയ്ക്കുമ്പോൾ ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്താണ് വെക്കാറുള്ളത്. ഈ പ്രാവശ്യം എനിക്ക് തിളപ്പിക്കാനൊന്നും ഞാൻ ഓർത്തില്ല. ഞാൻ ചെറുതായിട്ട് വെള്ളമൊന്ന് ചൂടാക്കിയിട്ട് പുളി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് തന്നെ വെച്ചിരുന്നതേ. അപ്പോൾ ആ പുളി ഈ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ല പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ആ പുളിയായിട്ട് ഞാൻ അങ്ങ് ഒഴിക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുവേ. അങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കൈയൊക്കെ കണ്ടോ, നമ്മുടെ ഓണപ്പരിപാടിക്ക് തിരുവാതിരയുടെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇതുവരെ പോയിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വലത് കൈയിലൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഇടുന്നത്. എനിക്ക് ഇട്ടപ്പം ഇഷ്ടം തോന്നി കേട്ടോ, രസം തോന്നി കേട്ടോ മൈലാഞ്ചി. പണ്ടൊക്കെയാണ് എൻ്റെ അമ്മ അരകല്ലയിലൊക്കെ വെച്ച് അരച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഇല അരച്ച് ഇട്ട് തരുമായിരുന്നു. പക്ഷേ വലത് കൈയിലൊന്നും ഇടത്തില്ലായിരുന്നു കേട്ടോ. അമ്മ അന്ന് അങ്ങനെയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നീടൊന്നും ഞാൻ ഇടാറൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കോണുണ്ടല്ലോ അതുകൊണ്ടിട്ട മൈലാഞ്ചിയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു കേട്ടോ. ഒരു തക്കാളിക്കയും കൂടെ അതിനകത്തോട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് അങ്ങനെ കറിയൊക്കെ അടപ്പിലൊന്ന് വെച്ചു. അത് ചെറു തീയിൽ വെച്ച് കേട്ടോ. നമ്മുടെ ചോറ് ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചോ?
കുഞ്ഞാൻ പൊട്ടിച്ചോ? കുഞ്ഞാൻ പൊട്ടിച്ചോ? അപ്പം ഞാൻ അപ്പോഴത്തേക്ക് അടുക്കളയിൽ മീനൊന്ന് പുരട്ടി വറക്കാനുള്ള മീൻ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്ക് മോൻ അങ്ങോട്ട് വന്നു കേട്ടോ. കുഞ്ഞവൻ വന്നു. പിന്നെ അവൻ വർത്താനം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പൊട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കിഴുത്തുള്ള ആ പാത്രത്തിനകത്തോട്ട് ചോറ് ഊറ്റി വെച്ചത്, അത് വെള്ളമൊക്കെ ഒന്ന് തോർന്നതൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചരുവത്തിനകത്തോട്ട് ചോറ് മാറ്റിയിടുവേ. അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ഞാൻ മീനൊക്കെ വറക്കാനായിട്ട് പുരട്ടി അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആയിട്ടൊന്ന് പുരട്ടി വെച്ചു കേട്ടോ. മുളകിൻ്റെ മണം അതിങ്ങനെ പൊക്കി മുഖത്തോടടുപ്പിച്ചപ്പോൾ നല്ല മുളകിൻ്റെ മണം വരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചു. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതച്ച് അതിനകത്ത് പുരട്ടാനൊന്നും നിന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ വെണ്ടയ്ക്കയൊക്കെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്തൊന്ന് എല്ലാം അരിഞ്ഞ് പെറുക്കി ഒന്ന് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചു. അതും ഒന്ന് പെട്ടെന്നൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടൈം നോക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ ഉണ്ണാൻ വരാറായ 12:30 ആകുമ്പം ഡെയിലി വരും. മിക്ക ദിവസം 12:30 പുള്ളിയുടെ ടൈമിങ്. അപ്പം വന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു മണി 1:15 ആകുമ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിന് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കും. ആ മീൻ വെട്ടാൻ ഒരുപാട് വൈകിപ്പോയി, അതാണ് എൻ്റെ ടൈമൊക്കെ ഇന്ന് പോയത്. അപ്പം വെണ്ടയ്ക്കയൊക്കെ ഒന്ന് മെഴുക്ക് പുരട്ടി എടുത്ത് ഇനി മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ കറി ഏകദേശം ആയി വരുന്നു. കറി ഞാൻ ചെറുതീയിലിട്ടിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പം മെഴുക്ക് പുരട്ടിയൊക്കെ അടപ്പിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാം ഒന്ന് അടുക്കളയെല്ലാം ഒന്ന് തൂത്ത് വാരി. പിന്നെ കുറേ പാത്രം ഇപ്പം നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കിടക്കുന്ന, അപ്പോൾ തൂത്ത് വാരി ഒന്ന് ഒതുക്കി ഇട്ട് വേണം ഇനിയിപ്പം എനിക്ക് ചോറ് കൊടുത്തിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. അപ്പം കുറച്ച് പാത്രമൊക്കെ ഉള്ളത് ഇടയ്ക്ക് ഞാൻ കഴുകി വെളിയിലോട്ടൊക്കെ കൊണ്ടുവച്ചു. അപ്പം മീൻകറിയൊക്കെയായി. മീൻകറി വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ പുരട്ടി വെച്ച മീൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് പാത്രമൊക്കെ വെച്ചു മീൻ വറക്കാനായിട്ട് വെച്ചു കേട്ടോ. മെഴുക്ക് പുരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. അതും ചെറുതീയിലിട്ടൊന്ന് ഇതാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വേണം, അല്ലാതെ കുളിച്ചിട്ട് വന്ന് കൊടുക്കാനുള്ള ടൈം ഇല്ലല്ലോ, കാരണം ഡ്യൂട്ടിക്ക് കയറേണ്ടതല്ലേ. അപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ട് വേണം എനിക്ക് പോയി ഒന്ന് കുളിക്കാൻ. അങ്ങനെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് മെഴുക്ക് പുരട്ടിയൊക്കെ ആയി. അപ്പൂസിന് ചോറൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പൂസിനും വസുമോനും ചോറൊക്കെ വിളമ്പി കൊടുത്ത് അവർ ചോറൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോൾ ചെറിയ മോൻ ചോറൊന്നും കൊണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവന് വാരി കൊടുക്കണം, അല്ലെങ്കിൽ അവന് ഭയങ്കര പ്രയാസമാണ് കഴിക്കാൻ. അങ്ങനെ അവന് കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു. കുറച്ച് സമയം എടുക്കും, നിർബന്ധിച്ച് കൊടുക്കണം. കൊടുത്തതിന് ശേഷം വേണം എനിക്ക് കഴിക്കാൻ. കഴിച്ചിട്ട് കുഞ്ഞവനോടൊന്ന് ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങത്തൊന്നുമില്ല. അവനിനി ഇങ്ങനെ നടക്കും കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചൊക്കെ ഇങ്ങനെ നടക്കും. ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിയാലായി. അപ്പം ഇനിയിപ്പോൾ കുഞ്ഞിന് ചോറും കൂടെ കൊടുത്തതിന് ശേഷം എനിക്ക് ചോറ് കഴിക്കണം. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ കാണാം.